ഹായ് ഗായ്സ്. നമ്മുടെ മൈക്രോ സെൻസറിൻ്റെ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് ബയോമെഡിക്കൽ സെൻസേഴ്സ് നോക്കി. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ബയോ സെൻസേഴ്സ് നോക്കി. ആ ബയോ സെൻസറിൽ തന്നെ നമ്മൾ മാഗ്നറ്റോ എലാസ്റ്റിക്കും അതുപോലെ തന്നെ നമ്മൾ പീസോ ഇലക്ട്രിക് സെൻസേഴ്സാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിക്കൽ സെൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽസ് എന്താണ് മീൻസ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിലൂടെ അതിന് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സെൻസറുകളാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് മീൻസ് നമ്മൾ പീസോ ഇലക്ട്രിക് ആണെങ്കിൽ പീസോ ഇലക്ട്രിക് എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാഗ്നറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് പൾസസ് ആണ്, മാഗ്നറ്റിക് സിഗ്നൽസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എടുക്കുന്ന ഇലക്ട്രിക് സിഗ്നൽസ് എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്, ഇമ്പിഡൻസ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉള്ള സിഗ്നൽസിനെയാണ് നമ്മൾ ആ സിഗ്നൽസ് എടുത്തിട്ട് അതിനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ വേണ്ട ഡിസീസസിൻ്റെ മെഷർമെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. ആ ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ ആൻറ്റിബോഡി, ബയോളജിക്കൽ റെക്കഗ്നിഷൻ മോളിക്യൂൾ, എൻസൈംസോ ഏതാ വെച്ച് നമ്മൾ അതിലേക്ക് കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും. ആ കോട്ടിങ്ങിൻ്റെ മുകളിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അനലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യും. ആ അനലൈറ്റ് അപ്ലൈ ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ട്രാൻസ്ഡ്യൂസറിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ വെച്ചിട്ട് നമുക്ക് ആ ഡിസീസസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ് ഇവിടുത്തെ ഇലക്ട്രോ കെമിക്കൽ സെൻസർ ചെയ്യുന്നത്. ഓക്കെ, കോമൺലി നമ്മളിവിടെ ചെയ്യുന്ന സെൻസർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ആണ്. മീൻസ് നമുക്ക് വേറൊരു മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് നമ്മൾ എടുക്കുന്ന ഇതാണ് നാനോ കോമ്പോസിറ്റ് ആണ് നമ്മളിവിടെ എടുക്കാറ് ഇലക്ട്രോഡായിട്ട്. ഈ നാനോ കോമ്പോസിറ്റ് കാർബൺ ബേസ്ഡ് നാനോ കോമ്പോസിറ്റ് ആണ് മെയിനായിട്ട് ഒരുപാട് സ്ഥലത്ത് എടുക്കാറ്. എന്നാൽ കാർബൺ നാനോ ട്യൂബ്സ് ആണ്. അതിൽ പലതാണ്, സിംഗിൾ, മൾട്ടി വൗണ്ടഡ് കാർബൺ നാനോ ട്യൂബ്സ്, പിന്നെ ഗ്രാഫൈൻ പോലുള്ള മെറ്റീരിയൽ ഇവിടെ വെച്ചിട്ട് അതിലാണ് നമ്മൾ മീൻസ് നമ്മുടെ ആൻറ്റിബോഡി കോട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അനലൈറ്റ് കൊടുക്കും. ആ അനലൈറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസസ്, സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. പിന്നെ നോൺ കാർബൺ നാനോ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ്, സിലിക്ക, അതുപോലെ നാനോ വയർ പോലത്തുള്ള ഓർഗാനിക് പോളിമേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് കോമൺലി നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കാർബൺ ബേസ്ഡിലുള്ള ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നിന്ന് കണ്ടക്റ്റൻസ് മറ്റു കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്തിട്ട് ആ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ട്യൂബർക്ലോസിസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് കണ്ടക്റ്റൻസ് ആണ് നമ്മൾ എടുക്കാറ്. ഏതാണോ നമ്മൾ എടുക്കുന്നത്, ഏതാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോ കെമിക്കൽ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻസറാണ് ഒപ്റ്റിക്കൽ ബയോ സെൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഒപ്റ്റിക്കൽ ഒരു ടെക്നോളജിയിലൂടെ ഒരു ലൈറ്റിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയിലുള്ള സെൻസറാണ് നമ്മൾ ഒപ്റ്റിക്കൽ ബയോ സെൻസർ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ടുള്ള നോക്കി പോവാം. ഇതിൽ ഒരുപാടുണ്ട്. അത്രയൊന്നും നമുക്ക് വേണ്ട. ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ബയോ സെൻസർ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫൈബർ ഒപ്റ്റിക് ടൈപ്പുള്ള ഒപ്റ്റിക്കൽ ബയോ സെൻസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫൈബർ ഒപ്റ്റിക് ട്യൂബ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോ ട്യൂബ്. ഈ ട്യൂബിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏതാണോ ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിസീസിൻ്റെയോ അല്ലെങ്കിൽ ആ ബയോളജിക്കൽ ഇതിൻ്റെയോ നമ്മൾ ആൻറ്റിബോഡി നമ്മൾ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ആ ആൻറ്റിബോഡിയാണ് റിസപ്റ്ററായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക. ആ ആൻറ്റിബോഡിയിലേക്ക് നമ്മൾ ഒരു അനലൈറ്റ് നമ്മൾ കൊടുക്കും. ആ അനലൈറ്റും ഇതും തമ്മിലുള്ള ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുകയും ആ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ലേസർ ഈ ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ഈ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫൈബർ ഒപ്റ്റിക് മീൻസ് നമ്മുടെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും കാരണം ഈ ലേസറിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന കളറിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ്, ആ കളർ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിസീസസ് ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ മെഷർമെൻ്റ് അടക്കം നമുക്ക് പുറത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ലേസർ ഉണ്ട്, ഒരു ഡിറ്റക്ടർ ഉണ്ട്, ഒരു ലെൻസ് ഉണ്ട്, ഒരു ഫൈബർ ഒപ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഏതാണോ അതിൻ്റെ ആൻറ്റിബോഡി നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ആൻറ്റിബോഡിയിൽ അനലൈറ്റ് കൊടുക്കും. ഈ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റിയാക്ഷൻ സംഭവിക്കും. ഈ ലൈറ്റ് ഇതിലൂടെ പോവുകയും ഇതിനുള്ള റിയാക്ഷൻ സംഭവിക്കുകയും
തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഈ ലൈറ്റിൻ്റെ കളറ് ഈ റിയാക്ഷനിലൂടെ ചേഞ്ച് ആവുകയും ആ കളർ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് നമുക്ക് അവിടെ ഡിസീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടി ബിയുടെ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ട്യൂബർകുലോസിസിൻ്റെ നമ്മളിവിടെ ട്യൂബർകുലോസിസിൻ്റെ ആൻറ്റിബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മളിവിടെ മറ്റേ ആൻറ്റിബോഡി എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2 കെമിക്കൽസ് ആണ് നമ്മൾ ആൻറ്റിബോഡി ആയിട്ട് എടുക്കുന്നത്. ആ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ സൈനജൻ ബ്രോമൈഡും ആൻഡ് അനിലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 മെറ്റീരിയലും നമ്മളിവിടെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. 2 മെറ്റീരിയലും കൂടെ ചേർന്നിട്ട് ദെൻ ഇതിൻ്റെ അനലൈറ്റ് ഈ കോട്ടിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ആ സമയത്ത് ഈ ലേസർ നമ്മളിതിലേക്ക് കടത്തിവിടും. ഈ ലേസർ ഇതിലേക്ക് വന്ന് ഇതിലേക്ക് ലൈറ്റ് തട്ടുമ്പോൾ ഈ അനിലൈനും അതേപോലെ സൈനജൻ ബ്രോമൈഡും ഈ അനലൈറ്റും തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കുകയും ഈ റിയാക്ഷൻ നടന്ന് ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൽ ആ റിയാക്ഷനുമായി സംബന്ധിച്ച് ഇവിടുത്തെ ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആവും. ടി ബിക്ക് കളർ ചേഞ്ച് ആവുന്ന യെല്ലോ കളറാണ്. ഈ യെല്ലോ കളർ ലൈറ്റിനെ ഡിറ്റക്ടർ വെച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയും അതിൽ നിന്ന് ടി ബി ഉണ്ട് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒപ്റ്റിക്കൽ ബയോസെൻസർ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ അൺലൈറ്റ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ആൻറ്റിജൻ ബാർ ടാർഗറ്റ്. ഈ ടാർഗറ്റ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നിയാസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. ഈ കെമിക്കൽ കണ്ടന്റ് ആണ് ഇവിടെ സൈനജൻ ബ്രോമൈഡുമായിട്ടും അതേപോലെ അനിലൈനുമായിട്ടുള്ള റിയാക്ഷൻ സംഭവിക്കുന്നത്. അതിലുമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ സംഭവിക്കുന്നത്. ആ റിയാക്ഷൻ ഈ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുക. ആ റിയാക്ഷനിലൂടെയാണ് ഈ ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആവുകയും ആ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഡിസീസസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് ഒപ്റ്റിക്കൽ ബയോസെൻസർ എന്ന് പറയുന്നത്. സോ ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് കെമിക്കൽ സെൻസറാണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ബയോസെൻസറിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിപ്പോയി. ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. അഗ്രികൾച്ചർ, ഫുഡ് ഇൻഡസ്ട്രി, എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് പോലുള്ള ഇൻഡസ്ട്രിയൽ മോണിറ്ററിങ്ങിനടക്കം നമുക്ക് ഈ ഒരു ബയോസെൻസറുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.